ജിമെയിലിൽ ഇങ്ങനെ ഒരു സംഭവമുള്ള കാര്യം ചിലപ്പോൾ നിങ്ങൾ അറിഞ്ഞു കാണില്ല. നമ്മളിപ്പോൾ വാട്സാപ്പിൽ ചില വ്യക്തികൾക്കൊക്കെ മെസ്സേജ് അയക്കുന്ന സമയത്ത് ആ ഒരു മെസ്സേജ് അദ്ദേഹം കണ്ടിട്ട് പോലും ഉണ്ടാകില്ല, ഉടനെ തന്നെ നമുക്കൊരു റിപ്ലൈ വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അദ്ദേഹം ബിസിയാണ്, അല്ലെങ്കിൽ ഡ്രൈവിങ്ങിലാണ്, അല്ലെങ്കിൽ ഓഫീസിലാണ്, പിന്നെ നമുക്ക് റിപ്ലൈ തരാം എന്നൊക്കെയായിരിക്കും ആ ഒരു മെസ്സേജിൽ ഉണ്ടാകുക. അത് അദ്ദേഹം ഓട്ടോ റിപ്ലൈയിൽ മെസ്സേജ് ടൈപ്പ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചതുകൊണ്ടാണ് നമ്മൾ മെസ്സേജ് അയക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് റിപ്ലൈ ലഭിക്കുന്നത്. ഇങ്ങനെ നമുക്ക് ജിമെയിലും സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇതെവിടെയാണ് സെറ്റിങ്സ് ഉള്ളത്, എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. സമയം കളയാതെ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് നമ്മുടെ മൊബൈലിലുള്ള ജിമെയിൽ ഒന്ന് ഓപ്പൺ ചെയ്യുക. ജിമെയിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇടതുവശത്ത് കാണുന്ന 3 ലൈൻസിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് താഴേക്ക് വരാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സെറ്റിങ്സ് കാണാൻ സാധിക്കും. സെറ്റിങ്സ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഏത് മെയിൽ ഐ ഡിയിലാണ് നിങ്ങൾക്കിത് സെറ്റ് ചെയ്യേണ്ടത്, ഒന്നിൽ കൂടുതൽ മെയിൽ ഐ ഡി ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ആ ഒരു മെയിൽ ഐ ഡി നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും താഴേക്ക് വരാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും. ഔട്ട് ഓഫ് ഓഫീസ് ഓട്ടോ റിപ്ലൈ എന്ന ഈ ഒരു ഓപ്ഷൻ, ഇത് ഓഫിലായിരിക്കും ഉണ്ടാകുക. അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഏറ്റവും മുകളിൽ കാണുന്ന ഈ ഒരു ടോഗിൾ നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക. ഇവിടെ താഴെ ഫസ്റ്റ് ഡേ, ലാസ്റ്റ് ഡേ ഡേറ്റ് കാണാൻ സാധിക്കും. ഏത് ഡേറ്റ് മുതൽ ഏത് ഡേറ്റ് വരെ, എത്ര മാസത്തേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോ റിപ്ലൈ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഞാനിപ്പം ഫസ്റ്റ് ഡേ ഇവിടെ ഇന്നത്തെ ഡേറ്റ് തന്നെ ഉണ്ട്, മാറ്റുന്നില്ല. ലാസ്റ്റ് ഡേ എന്ന ഭാഗത്ത് ഇവിടെ നമുക്ക് ഡേറ്റ് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ കസ്റ്റം എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഏത് മാസമാണ് നിങ്ങൾക്ക് വേണ്ടത് ആ മാസം സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ജൂലൈ മാസം എടുത്തിട്ടുണ്ട്. ഇവിടെ ജൂലൈ മാസം 10-ാം തീയതി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ കൊടുക്കുകയാണ്. ഓക്കെ. ഇനി താഴെ സബ്ജക്റ്റ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് എന്താണ് സബ്ജക്റ്റ് കൊടുക്കേണ്ടത് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ഞാനിപ്പോൾ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇവിടെ ഐ ആം ബിസി എന്നാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇഷ്ടമുള്ള സബ്ജക്റ്റ് ഇവിടെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം താഴെ ഇവിടെ മെസ്സേജ് എന്ന ഭാഗം കാണാൻ സാധിക്കും. എന്താണ് മെസ്സേജ് റിപ്ലൈ ആയിട്ട് പോകേണ്ടത് അതിവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്യുന്നത് ഐ ആം ഡ്രൈവിംഗ് എന്നാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണ്, ഇപ്പോൾ ഓഫീസ് വർക്കാണെങ്കിൽ അങ്ങനെ അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അതിന് താഴെ ഇവിടെ സെൻഡ് ടു മൈ കോൺടാക്ട്സ് ഓൺലി എന്ന ഭാഗം അത് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കോൺടാക്റ്റ് ലിസ്റ്റിലുള്ളവർക്ക് മാത്രമേ ഈ ഒരു റിപ്ലൈ പോവുകയുള്ളൂ. അതിൻ്റെ ആവശ്യമില്ല, ഞാൻ ടിക്ക് മാർക്ക് ഒഴിവാക്കുകയാണ്. അതിനുശേഷം ഇവിടെ മുകളിൽ കാണുന്ന ഡൺ എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓട്ടോ റിപ്ലൈ ഇവിടെ സെറ്റായി കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഏത് മെയിൽ വന്നു കഴിഞ്ഞാലും നിങ്ങൾ സെറ്റ് ചെയ്ത ഓട്ടോ റിപ്ലൈ അവർക്ക് പോകുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്കതിൽ മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ അവിടെ തന്നെ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ സെറ്റ് ചെയ്ത മെസ്സേജുകൾക്ക് നമുക്ക് മാറ്റങ്ങൾ വരുത്താം, ഡേറ്റിന് നമുക്ക് മാറ്റം വരുത്താം, അതുപോലെ തന്നെ ഇവിടെ സബ്ജക്റ്റ് മാറ്റം വരുത്താം. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ചെയ്യാം. അതിനുശേഷം ഡണ്ണ് കൊടുത്താൽ മതി. ഓക്കെ, ഇനി നിങ്ങൾക്കത് വേണ്ട എങ്കിൽ ഈ ഒരു ടോഗിൾ നിങ്ങൾ ഓഫിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന മെയിലുകൾക്കൊന്നും ഓട്ടോ റിപ്ലൈ പോവുകയില്ല. ഓക്കെ, അങ്ങനെ നിങ്ങളൊന്ന് സെറ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. ഓക്കെ, ഇപ്പോൾ ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്നവർ, നിരന്തരമായിട്ട് മെയിലുകൾ വരുന്നവർക്കൊക്കെ ഈ ഒരു ഓപ്ഷൻ തീർച്ചയായിട്ടും ഉപകാരപ്രദമായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.